നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായിട്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് പറക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്ന് തോന്നുന്നു. അതെന്താണെന്നറിയാമോ? നമ്മുടെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. കമ്മ്യൂണിസത്തിന്റെ ഒരു ഇരുമ്പ് മറ കൊണ്ട് തീർത്തിരിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ നിന്നുള്ള ഒരു വിവരങ്ങളും പുറം ലോകത്തേക്ക് അധികം വരില്ല. കാരണം കോവിഡ് ലോകമാകമാനം സപ്ലൈ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് ചൈനയായിരുന്നല്ലോ. ചൈന എങ്ങനെയാണ് കോവിഡ് ലോകത്തിന് സപ്ലൈ ചെയ്തത്? പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള അവരുടെ ആളുകളെ നാട്ടിലേക്ക് ക്ഷണിച്ച് പുതുവത്സരാഘോഷം എല്ലാം വളരെ ഗംഭീരമായിട്ടൊക്കെ നടത്തിയിട്ട് എല്ലാവരും അവരവരുടെ ജോലിക്കും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് വിവിധ രാജ്യങ്ങളിലേക്ക് പോയി. അങ്ങനെ ഓരോരുത്തരിൽ നിന്ന് ഓരോരുത്തരിലേക്കായി നമ്മുടെ നാട്ടിൽ മുഴുവൻ ലോകമാകമാനം കോവിഡ് സ്ഥിരീകരിച്ചു. പക്ഷെ അപ്പോഴും ചൈന പുറത്തുവിട്ടില്ല വുഹാനാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്നൊന്നും, അല്ലേ? അത്രയേറെ വളരെ വൈകിയാണ് വുഹാനിലെ ഒരു ലാബിൽ നിന്നാണ് ഈ കോവിഡ് പടർന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പോലും നമ്മുടെ ലോക രാജ്യങ്ങൾക്കൊക്കെ ലഭ്യമായിട്ടുള്ളത്. അങ്ങനെയുള്ള ചൈനയോട് വളരെ അനുഭാവത്തോടുകൂടി വളരെ ഇഷ്ടത്തോടുകൂടി ചൈനയെ വളരെ നെഞ്ചേറ്റുന്ന ആളാണ് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വളരെ നെഞ്ചോട് ചേർക്കുന്ന ഒരു രാജ്യമാണ്. എന്ത് പറഞ്ഞാലും ഉണ്ടാകുമല്ലോ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ചൈന, അല്ല? അപ്പോൾ പറഞ്ഞു വരുന്നത്, ചൈനയുടെ ഒരു സുപ്രധാന നേതാവിനെ അവിടെ കുറച്ച് നാളുകളായിട്ട് കാണാനില്ല. ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നൊന്നും അറിയില്ല. നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ഈ വിവരമൊക്കെ അറിഞ്ഞു കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റാരുമല്ല, ചൈനീസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിൻ പിങ് ആണ് കാണാതായിരിക്കുന്നത്. നോക്കൂ, ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചൈനയ്ക്ക് താല്പര്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഷീ ജിൻ പിങ്ങിനെ സംബന്ധിച്ച് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മറുപടിയൊക്കെ പുറത്തു പറയേണ്ടതാണ്. പക്ഷെ ആ കാലയളവെല്ലാം കഴിയുന്നു. എന്തുകൊണ്ടോ ഷീ ജിൻ പിങ് വരുന്നില്ല പുറത്തേക്ക്, അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊന്നും കാണുന്നില്ല. ഒന്ന് നോക്കുക, തായ്വാനായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. തായ്വാനും ചൈനയും തമ്മിൽ യുദ്ധത്തിലാണ് എന്നുള്ളത് അറിയാമല്ലോ. കാരണം തായ്വാനിലാണ് ഏറ്റവും അധികം മൈക്രോ ചിപ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം. അവരുടെ പ്രധാന വ്യവസായം തന്നെ ഈ മൈക്രോ ചിപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഇത് വളരെയധികം കയറ്റി അയക്കുന്നുണ്ട്. പക്ഷെ ചൈനയ്ക്ക് മാത്രം ഇവർ ചിപ്പ് നൽകാറില്ല. ചൈനയ്ക്ക് എങ്ങനെയെങ്കിലും തായ്വാനെ, ഹോങ്കോങ്ങിനെ പോലെ തന്നെ തായ്വാനെയും പിടിച്ചടക്കി ആ സാമ്രാജ്യം സ്വന്തമാക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വളരെ അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ തായ്വാനിലേക്ക് അങ്ങനെ അങ്ങോട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചൈനയ്ക്ക് സാധിക്കുന്നുമില്ല. കാരണം അമേരിക്ക തായ്വാനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം അമേരിക്കയിലേക്ക് ആവശ്യമായ ഇത്തരം കാര്യങ്ങൾ ചിപ്പെല്ലാം കയറ്റി അയക്കുന്നത് ബൾക്കായിട്ടാണ് കയറ്റി അയക്കുന്നത് തായ്വാൻ. അതുകൊണ്ട് അവർക്ക് ഇടയിൽ ഒരു എന്താ പറയുക, ഒരു നയതന്ത്ര ബന്ധമുണ്ട്. പക്ഷേ ഈ അടുത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ ട്രംപ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ട്രംപ് പറഞ്ഞത്, തായ്വാനെ തങ്ങൾ ഇനി സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് പണം നൽകണം. അവർക്ക് പ്രത്യേകിച്ച് യാതൊരു ലാഭങ്ങളും ഒന്നുമില്ലാതെയാണ് അമേരിക്ക ഇതുവരെയും തായ്വാനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോളിസി എടുത്ത് അതിൻ്റെ ഒന്നും അടയ്ക്കാതെ ഒരു പോളിസി എടുത്തിട്ട് അതിൻ്റെ ഗുണഫലങ്ങൾ മുഴുവനും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തായ്വാൻ. അങ്ങനെ ഇനി തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല. തങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തായ്വാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ട്രംപിന് വെടിയേറ്റതിന് ശേഷമാണ് ട്രംപ് ഇക്കാര്യം ലോകത്തോട് വിളിച്ചു പറയുന്നത്, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കുന്നത്. എന്തായാലും അങ്ങനെ ട്രംപ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഇക്കാര്യം, അതായത് ചൈനയ്ക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു നേതാവ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റിട്ടും ചൈന ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. നല്ലതോ കെട്ടതോ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചൈന പറഞ്ഞിട്ടില്ല. അങ്ങനെ നല്ലതോ കെട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ
ചൈന പറഞ്ഞിട്ടില്ല. മാത്രമല്ല മോദി റഷ്യ സന്ദർശിക്കുന്നു. മോദിയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധം അഗാധമായ ഹൃദയബന്ധത്തിലേക്കൊക്കെ പോകുന്നു, നയതന്ത്ര ബന്ധത്തിലേക്കൊക്കെ പോകുന്നു. റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നു, അവിടുത്തെ സ്കൂൾസും എല്ലാം ആക്രമിക്കുന്നുണ്ട്. ഇസ്രയേൽ ഹമാസ് യുദ്ധം നടക്കുന്നുണ്ട്. ഇത്തരം ചൈനയ്ക്ക് വേണ്ടുന്നതും ചൈനയ്ക്ക് താല്പര്യമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു പ്രസ്താവനയും നടത്താതെ മാറി നിൽക്കുകയാണ് ഷീ ജിൻപിങ്. അപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും അന്വേഷിച്ചു തുടങ്ങുന്നത്. ഒരു കാര്യവും, അതായത് ഇനി വരുന്ന മരണം വരെയും ഏകാധിപതിയായി തുടരാനുള്ള എല്ലാ ഭേദഗതികളും ആ രാജ്യത്ത് നടപ്പാക്കി വെച്ചിട്ടുണ്ട് ഷീ ജിൻപിങ്. പക്ഷേ അപ്പോഴും മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇതൊക്കെ ആണെങ്കിൽ പോലും ഷീ ജിൻപിങ്ങിനെതിരെ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു വിമത ശബ്ദം ആ ചൈനയിൽ ഉണ്ടായി വരുന്നുണ്ട്. അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചമർത്താനുള്ള ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഷീ ജിൻപിങ്ങിന് ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം എങ്ങനെയാണോ തനിക്കെതിരെ വരുന്ന ഇത്തരം കാര്യങ്ങളെയൊക്കെ അടിച്ചമർത്തുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഒരു ഏകാധിപതിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ അടിച്ചമർത്തേണ്ടി വരികയും ചെയ്യും. ആ അടിച്ചമർത്തുന്നത് ഒരു വലിയ പ്രശ്നമായി മാറുകയും ചെയ്യും. മാത്രമല്ല ചൈനയെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിട്ട് മാത്രമല്ല നമുക്ക് മനസ്സിലാകുന്നത്, ചൈനയുടെ പ്രൊഡക്റ്റ് എത്താത്ത ഒരു രാജ്യം പോലും ഇവിടെ ഉണ്ടാകില്ല, അല്ലെ? ചൈനയ്ക്ക് ഒരു 5 രൂപ മുതൽ 5 കോടി, ഒരേ പ്രൊഡക്റ്റ് തന്നെ 5 രൂപ മുതൽ 5 കോടിയുടെ വരെ റേഞ്ചിലുള്ള പ്രോഡക്ട്സ് ചൈന ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഉൽപ്പന്ന വിതരണം കൊണ്ടാണ് ചൈന ഈ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുന്നത്. മറ്റുള്ളവർക്ക് മുമ്പിൽ ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഏർപ്പെടുത്തുമ്പോൾ അവർക്ക് പെട്ടെന്ന് പൊള്ളുന്നത് പോലും ഇക്കാര്യങ്ങൾ കൊണ്ടാണ്. കാരണം ചൈനയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എങ്കിലും, ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ഇറക്കുമതി ചെയ്യാത്ത ഒരു രാജ്യം പോലും ഉണ്ടാകില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിന്റെ വരവ് നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളും, ഓരോ രാജ്യങ്ങളും അതത് ഉൽപ്പന്നങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന ഷോർട്ടേജ് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ചൈനയുമായിട്ട് പെട്ടെന്ന് ഇടയാനൊന്നും ഈ രാജ്യങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ചൈന ഇത്തരത്തിലുള്ള ഉൽപ്പന്ന കയറ്റുമതിയിലൂടെയാണ് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഒന്നാമതായി നിൽക്കാനുള്ള മത്സരം നടത്തുന്നത്. മാത്രമല്ല മറ്റ് കൊച്ചു കൊച്ചു രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കി അവരുടെ സമ്പത്തെല്ലാം തങ്ങളോട് ചേർക്കണം എന്നുള്ള ഒരു ചിന്തയും ഈ ചൈന എന്ന് പറയുന്ന രാഷ്ട്രത്തിനുണ്ട്. പക്ഷേ ഏകാധിപതി ആയിട്ട് എവിടെ ഭരണം നടത്തിയാലും അത് തകർന്നടിയും എന്നുള്ള ഒരു പല സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത്തരത്തിലൊരു പ്രശ്നം ഈ ചൈനയിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ചൈന ഈ പുറം ലോകത്തേക്ക് വാർത്തകൾ വിടുന്നില്ലെങ്കിലും ചൈനയിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വളരെയധികം സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നുമൊക്കെ ആയിട്ട് പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. ഇത്രയേറെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിട്ടും ചൈനയ്ക്കും സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിരുന്നു. ഇതിനെയെല്ലാം മറികടക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥ ചൈനയ്ക്ക് വന്നു ചേർന്ന ഒരു സാഹചര്യം കൂടിയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കെ തന്നെയാണ് ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മെന്റൽ സ്ട്രെസ് ചൈനീസ് പ്രസിഡന്റിന് ഉണ്ടായി എന്നുള്ള വിവരങ്ങളൊക്കെയാണ് അറിയുന്നത്. അവിടെ അറിയാം ചൈനയിൽ യൂട്യൂബ്, ട്വിറ്റർ അങ്ങനെയുള്ള ബാക്കി രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. പകരം സമാന്തരമായ ചില സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ട്. അതിന് പോലും പലപ്പോഴും സെൻസർഷിപ്സ് ഉണ്ട്. അതിൽ നിന്ന് വീണ് കിട്ടിയ ചില വിവരങ്ങൾ പുറം ലോകത്തേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ വെച്ച്, ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ വെച്ച് ഷീ ജിൻപിങ്ങിന് സ്ട്രോക്ക് ഉണ്ടായി, അദ്ദേഹം സുഖമില്ലാതെയായി വീണുപോയി എന്നുള്ളതാണ്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വരികയാണ്. ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ ചില സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. ഇതിൻ്റെ ഒരു നിജസ്ഥിതി അവിടെ നിന്ന് തന്നെ അറിയാനുള്ള യാതൊരു വഴികളുമില്ല. അത് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ കൃത്യമായുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഇങ്ങനെയുള്ള സ്ട്രെസ് എല്ലാം കൂടിയിട്ട്, അതായത് തനിക്കെതിരെ വിമതരുടെ ഒരു വലിയ കൂട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഷീ ജിൻപിങ്ങിനെ എങ്ങനെയെങ്കിലും വലിച്ചു താഴെ ഇടണമെന്നുള്ള കാര്യങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും കൂടിയായിട്ട്
സ്ട്രെസ് വന്നിട്ട് സ്ട്രോക്ക് വന്ന് വീണു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് ചൈനയിൽ വന്നത് എന്നുള്ളതാണ് വിവരം. പിന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ഈ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം കൂടിയാണ് ഇതിനുള്ള ഒരു കാരണമായി തീർന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ എത്രത്തോളം വാസ്തവമാണ് എന്നൊന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് തന്നെയായാലും പറഞ്ഞു വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി കാര്യമാണ്. അദ്ദേഹം അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ, ഏതൊരു ലോക നേതാവാണെങ്കിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും സുഖം പ്രാപിക്കട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ സാഹചര്യത്തിൽ. പക്ഷേ അപ്പോൾ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ പോകാനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടായിരിക്കാം, പരിഹസിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇത്തരമൊരു വിവരം കൂടി പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ ഷീ ജിൻപിങ്ങിനെ സ്ട്രോക്ക് വന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് വീണ്ടും പറയുകയാണ്. ചൈനീസ് മാധ്യമങ്ങളിൽ നിന്ന്, ചൈനീസ് സമാന്തര സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് വീണ് കിട്ടിയ ചില വിവരങ്ങളാണ്. അത്രത്തോളം വാസ്തവമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അദ്ദേഹം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി.